തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴയിലെ ജനങ്ങൾ ആഗ്രഹിച്ച വികസനങ്ങൾ നടപ്പാക്കിയെന്ന് മാത്യു കുഴൽനാടൻ MLA. കിഫ്ബി ഉപയോഗിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് താൻ എതിരല്ലെന്നും കിഫ്ബിയിൽ ഓഡിറ്റിംഗ് വേണ്ട എന്ന സർക്കാർ നിലപാടിനെയാണ് എതിർത്തതെന്നും MLA. മൂവാറ്റുപുഴയിലെ ജനങ്ങൾ ആഗ്രഹിച്ച വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടപ്പിലാക്കിയതെന്ന് മൂവാറ്റുപുഴ മണ്ഡലം UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ. സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ പോരാടിയത് ഒരു പൊതുപ്രവർത്തകൻ ഉയർത്തിപ്പിടിക്കേണ്ട നീതിബോധം തന്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ്. 1298 കോടി രൂപയുടെ വികസന പദ്ധതികൾ കഴിഞ്ഞ 5 വർഷത്തിൽ മണ്ഡലത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞതായും കേരഗ്രാമം, ക്ഷീരഗ്രാമം പദ്ധതികൾ നടപ്പിലാക്കിയ ഏക മണ്ഡലം മൂവാറ്റുപുഴയാണെന്നും മാത്യു കുഴൽനാടൻ MLA വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നമ്മളൊരു മുന്നോട്ട് വെച്ച മുദ്രാവാക്യം കൂടുതൽ മികച്ച മൂവാറ്റുപുഴ എന്നുള്ളതായിരുന്നു. അതിനോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 100% എന്ന് പറഞ്ഞില്ലെങ്കിലും പ്രതീക്ഷിച്ചതിലെ ഏറ്റവും പ്രധാനമായി ടാർഗറ്റ് ചെയ്ത 3 പദ്ധതികൾ 2 എണ്ണം പൂർത്തീകരിച്ചു. 3ാമത്തെ പദ്ധതി പുരോഗതിയിലാണ്. അതുകൂടാതെ നിരവധി പദ്ധതികൾ മൂവാറ്റുപുഴയ്ക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. 1298 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കാനും അംഗീകാരം വാങ്ങാനും അല്ലെങ്കിൽ അനുമതി വാങ്ങിയെടുക്കാനും ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് 5 വർഷക്കാലത്തെ പ്രവർത്തനം സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒന്നായിരുന്നു. മൂവാറ്റുപുഴ EEC മാർക്കറ്റ് വികസനത്തിനായി പദ്ധതി തയ്യാറാക്കി സമർപ്പിച്ചിരുന്നു. എന്നാൽ സർക്കാർ ഇതിന് അന്തിമാനുമതി നൽകിയിട്ടില്ല. ഈ പദ്ധതി UDF സർക്കാർ വരുമ്പോൾ നടപ്പിലാക്കുമെന്നും MLA പറഞ്ഞു. നിയോജകമണ്ഡലത്തിലെ എല്ലാ ഡയാലിസിസ് രോഗികൾക്കും എല്ലാ മാസവും MLAയുടെ മിനിമം ഒരു കൂപ്പൺ ഞാൻ വെച്ച് നൽകുന്നുണ്ട്. അതൊരു ചെയ്യാൻ കഴിഞ്ഞ സന്തോഷമുള്ള കാര്യങ്ങളിലൊന്നാണ്. പിന്നെ പ്രായമുള്ള അമ്മമാരെ, വയോജനങ്ങളെ ടേക്ക് കെയർ ചെയ്യാനുള്ള പദ്ധതികളുണ്ടായിരുന്നു. പിന്നെ ഏഞ്ചൽസ് എന്ന് പറയുന്ന പദ്ധതി വലിയ അംഗീകാരം കിട്ടിയൊരു പദ്ധതിയാണ്. വയോജന സൗഹൃദ വിജ്ഞാന കേന്ദ്രം എന്ന പുതിയൊരു കോൺസെപ്റ്റ് മൂവാറ്റുപുഴയിൽ നിന്നും ലോഞ്ച് ചെയ്യാൻ കഴിഞ്ഞു. വയോജനങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു നയം നമുക്കുണ്ടാകണം. അതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് അല്ലെങ്കിൽ UDF അതിനുള്ള നയരൂപീകരണം വേണമെന്ന് പറഞ്ഞു. ഒടുവിൽ നമ്മുടെ മാനിഫെസ്റ്റോ വന്നപ്പോൾ UDF സർക്കാർ ഉണ്ടായാൽ ഒരു വയോജന മന്ത്രാലയം, വയോജന ക്ഷേമത്തിനൊരു മന്ത്രി ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനത്തിലേക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞു. വൺ ഓഫ് ദ ഗ്യാരണ്ടി, രാഹുൽ ഗാന്ധി പറഞ്ഞ വൺ ഓഫ് ദ ഗ്യാരണ്ടി അതാണ്. ഞാൻ അമ്മ മനസ്സ് എന്ന പേരിൽ നടത്തിയ പരിപാടിയും ഈ വയോജന വിജ്ഞാന സൗഹൃദ കേന്ദ്രത്തിന്റെ ഡീറ്റെയിലും ഞാൻ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ ലീഡർഷിപ്പിന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കിഫ്ബി ഉപയോഗിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് താൻ എതിരല്ലെന്നും കിഫ്ബിയിൽ ഓഡിറ്റിംഗ് വേണ്ട എന്ന സർക്കാർ നിലപാടിനെയാണ് എതിർത്തതെന്നും MLA. മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാർഷിക മേഖലയിലെ യുവാക്കളുടെ പ്രശ്നങ്ങൾ, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, ദളിത് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ, മറ്റ് അരികുവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളുടെയും സമൂഹങ്ങളുടെയും പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മറ്റ് പൊതു വിഷയങ്ങൾ, PSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെ വിഷയം തുടങ്ങി ആശാ വർക്കർമാരുടെ പ്രശ്നം, അംഗൻവാടി ടീച്ചർമാരുടെ പ്രശ്നം, പാചക തൊഴിലാളികളുടെ പ്രശ്നം, ഹരിതകർമ്മസേന അംഗങ്ങളുടെ പ്രശ്നം, അങ്ങനെ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങളും ഏറ്റവും കൂടുതൽ ചർച്ചകൾ പങ്കാളിത്തവും അങ്ങനെ നോക്കുമ്പോൾ ശ്രദ്ധ ക്ഷണിക്കലും അതുപോലെ സബ്മിഷനും പരിശോധിച്ചാൽ ആദ്യവട്ട MLA എന്ന നിലയിൽ ഒരുപക്ഷെ കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ലഭിക്കാനിടയായി. MLA എന്ന നിലയിൽ ലഭിച്ച ശമ്പളമായ 25 ലക്ഷം രൂപ പൊതുജനങ്ങൾക്ക് വേണ്ടി തന്നെ വിനിയോഗിച്ചത് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ തീരുമാനമാണെന്നും MLA പറഞ്ഞു. KM സലീം, KM അബ്ദുൾ മജീദ്, സാബു ജോൺ, PP എൽദോസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ 1-ാം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.